സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ്. വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 mg സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 mg സ്വർണം സമ്മാനം. കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ. ഈ ഓണം പൊന്നോണമാക്കൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. അനിയന്ത്രിത തിരക്ക് കാരണം പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത കസ്റ്റമേഴ്സിന്റെ താല്പര്യം പരിഗണിച്ച് മയൂരിയുടെ 2 days ഡേ ആൻഡ് നൈറ്റ് ഓഫർ 2 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾ ഇതിലും വില കുറഞ്ഞ് ലഭിക്കില്ല. ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ LED ടിവികൾ. കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ. IPS പാനൽ, QLED, ബാർ സൗണ്ട്, വോയിസ് റിമോട്ട്. നൗറ 4K റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 വർഷത്തെ വാറണ്ടിയും ഹോം സർവീസും ലഭ്യമാണ്. പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ LED ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു. ഏവർക്കും നൗറയുടെ ഓണാശംസകൾ. നൗറ LED TV, കണക്ടിംഗ് എക്സ്പീരിയൻസ്. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും 50% വരെ പണിക്കൂലിയിൽ കിഴിവ്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ 30% വരെ കിഴിവ്. ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം. ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം 100 പവൻ, 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക് 2.25 കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പദ്ധതിയേതര പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ഈ വർഷത്തെ വയോസേവ അവാർഡിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അർഹമായി. മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാനതല നേതൃസംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. നിലമ്പൂർ നഗരസഭ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുമായി നഗരസഭാ ഭരണസമിതി. ഓണക്കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽകൃത മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലയിൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന സേവാസ് പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതി അവതരണം മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് IAS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ MK എന്നിവരുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ ചേംബറിൽ നടന്നു. വാർത്തകൾ വിശദമായി. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പദ്ധതിയേതര പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന
ഈ വർഷത്തെ വയോസേവാ അവാർഡിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അർഹമായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങിയതാണ് അവാർഡ്. ജില്ലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കിയ നിരവധി മാതൃകാപരമായ പദ്ധതികൾ പരിഗണിച്ചാണ് പുരസ്കാരം. കേരള സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 3 വർഷമായി വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേകമായി തന്നെ നിരവധി പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു. വളവന്നൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വയോജന ചികിത്സാ കേന്ദ്രം സ്ഥാപിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും മികച്ച ആയുർവേദ ചികിത്സയും മരുന്നുകളും ഇവിടെ നൽകുന്നുണ്ട്. ഇതിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 5 സ്പെഷ്യാലിറ്റി കിടക്കകൾ വീതമുള്ള പ്രത്യേക വാർഡുകൾ സജ്ജീകരിക്കുകയും പ്രത്യേക തെറാപ്പിസ്റ്റുകളെയും കെയർടേക്കർമാരെയും ക്രമീകരിക്കുകയും ചെയ്തു. വയോജനങ്ങൾക്ക് വ്യായാമത്തിനായി ജില്ലയിൽ തന്നെ ആദ്യത്തെ പ്രത്യേക വ്യായാമ പാതയും ഓപ്പൺ ജിംനേഷ്യവും തിരുനാവായയിൽ സ്ഥാപിച്ചത് ഏറെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി കൂടുതൽ ഓപ്പൺ ജിംനേഷ്യങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും ആരംഭിക്കുന്ന പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കമിട്ടു. വയോജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും സംതൃപ്തിയോടെ പകൽ സമയം ചിലവിടുന്നതിനും ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പകൽ വീടുകളും സ്ഥാപിച്ചു. വയോജനങ്ങൾക്കായി പ്രതിവർഷം 10 ലക്ഷം രൂപ വകയിരുത്തി ജില്ലയിലെ 46 ഗ്രാമപഞ്ചായത്തുകളിലായി നടപ്പിലാക്കിയ ഹോമിയോപ്പത്തിക് ഹോം കെയർ പദ്ധതിയാണ് മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി. 1600ഓളം രോഗികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം നേരിട്ട് ലഭിക്കുന്നത്. ജില്ലയിൽ എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടെയാണ് വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു വരുന്നത്. ജില്ലാതല വയോജന കമ്മിറ്റി യോഗം ചേർന്ന് വയോജന ഗ്രാമസഭകൾ ചേരുന്നുണ്ടെന്നും പഞ്ചായത്തുകളുടെ പദ്ധതികളിൽ നിശ്ചിത വിഹിതം വയോജന ക്ഷേമത്തിനായി നീക്കിവെക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വകുപ്പുമായി സഹകരിച്ച് ശേഖരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. മലപ്പുറം ജില്ലയെ സമ്പൂർണ്ണ വയോജന സൗഹൃദ ജില്ലയായി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ഈ അവാർഡ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നതാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം എന്നിവർ അറിയിച്ചു. അവാർഡ് നേട്ടത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി കഴിഞ്ഞ 7 വർഷമായി രാജ്യത്താകമാനം കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ശാസ്ത്ര സാങ്കേതിക, ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാനതല നേതൃസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. നിലമ്പൂർ ഫോറസ്റ്റ് ചാലിയാർ വ്യൂ ഡോർമെട്രിയിൽ ചേർന്ന സംഗമം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സംഘടന ഏകദേശം 7ഓളം വർഷങ്ങൾ നമ്മുടെ ഈ ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടന, നിങ്ങളുടെ ഈ നേതൃത്വ സംഗമം നിലമ്പൂരിൽ നടത്താൻ തീരുമാനിച്ചതിലും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഏറെ സന്തോഷവാന്മാരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായും ഇതിലേറെ ഒരു ഇൻവോൾവ്മെന്റ്സ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇതിൽ വേണമായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും തിരക്കുള്ള മുനിസിപ്പാലിറ്റി, ഏറ്റവും തിരക്കുള്ള ദിവസമാണ്. കാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ഒരു സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഇന്ന് വിളിക്കുകയാണ്. പക്ഷെ ആ സമയത്തും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും നിങ്ങളെയൊക്കെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് വൈസ് ചെയർപേഴ്സൺ അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ അടക്കമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് വന്നു പോവുക എന്നുള്ള രീതിയിൽ എത്തിയത്. വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ KR ഭാസ്കര പിള്ളയെ ചടങ്ങിൽ ഗുരുവന്ദനം നൽകി ആദരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ദൃശ്യമാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു. APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ KR ഭാസ്കര പിള്ള ഓണ സന്ദേശം നൽകി. APJ അബ്ദുൽ കലാം രാജ്യത്തെ മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളും രാജ്യം കണ്ട മികച്ച ശാസ്ത്രജ്ഞനുമായിരുന്നുവെന്ന് KR ഭാസ്കര പിള്ള പറഞ്ഞു.
അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആദരവ് ലഭിച്ചത് അഭിമാനകരമായി കാണുന്നുവെന്നും APJ അബ്ദുൽ കലാമിന്റെ ജീവിത ദർശനങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ KR ഭാസ്കരപിള്ള ആദരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്, IFS STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT കുഞ്ഞാൻ, PM ഹുസൈൻ, ജിഫ്രി തങ്ങൾ, മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്, CPI മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, NCP ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ്, BJP മണ്ഡലം പ്രസിഡന്റ് ബിജു M സാമുവൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, പ്രതീക്ഷ ചാരിറ്റബിൾ ചെയർമാൻ അയ്യൂബ് മേലേടത്ത്, TA നിത്യ, S അനുജ, ഷമീജ് കാളിക്കാവ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ നഗരസഭ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് വികസന കാര്യങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് കഴിവിന്റെ പരമാവധി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഏതൊരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരണസമിതിയും ഒക്കെ തന്നെ സാധാരണഗതിയിൽ അവരുടെ റോഡും തോടും പാലവും ഞങ്ങൾ ഇത്ര നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇത്ര കാലത്തോളം കണ്ടത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ, സ്വന്തം മക്കളൊക്കെ പുറം ലോകത്ത് മറ്റുള്ള രാജ്യത്തൊക്കെ പോയി നിൽക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ, എത്രയോ ആളുകളുള്ള നാടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എവിടെയെങ്കിലും ഒന്ന് വരാനോ ഇരിക്കാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ സംവദിക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ കൈമാറാനോ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. നഗരസഭാ കാര്യാലയത്തിൽ 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങിയത്. 20 വയസ്സുവരെയുള്ളവർക്ക് രാവിലെ 9 മുതൽ 5 വരെ തെറപ്പിസ്റ്റിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ UK ബിന്ദു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, കൌൺസിലർമാരായ P ശബരീശൻ, M ജംഷീദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ജിജോ എന്നിവർ സംസാരിച്ചു. കിടപ്പു രോഗികൾക്ക് ഓണക്കിറ്റുമായി നഗരസഭാ ഭരണസമിതി. ഓണക്കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇത്തരം ഇന്നത്തെ ഈ ഓണം വലിയ വിപുലമായി നടത്തരുത്. കാരണം നമുക്കറിയാം, നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ജനങ്ങളെല്ലാം തന്നെ വളരെ ഫീലിംഗായി നിൽക്കുന്ന, വിഷമത്തിൽ നിൽക്കുന്ന ആ നേരത്ത് നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ദിവസത്തിൽ നമുക്കറിയാം, നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ധാരാളം കിടപ്പ് രോഗികളായ ആളുകളുണ്ട്. അവർക്കൊരു സഹായം എന്നുള്ള നിലയിലാണ് ഓണത്തിന്റെ ഈ സന്തോഷ ദിനത്തിൽ അവർക്ക് ഒരു ഓണ കിറ്റ് നൽകിയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വിവിധ അസുഖങ്ങളാൽ കിടപ്പിലായ നഗരസഭയിലെ രോഗികൾക്ക് നഗരസഭ ജീവാമൃതം പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്ക് വീട്ടിലെത്തി ഓണക്കിറ്റ് നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, ഡോക്ടർ സജീവ്, പാലിയേറ്റീവ് നഴ്സുമാരായ ഗിരിജ, അനു, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. പാർശ്വവൽകൃത മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലയിൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന സേവാസ് പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതി അവതരണം മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് IAS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ MK എന്നിവരുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ ചേംബറിൽ നടന്നു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ റുബീന കിണറ്റിങ്ങൽ, സമഗ്ര ശിക്ഷ കേരളം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ P, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 5 വർഷത്തെ പദ്ധതിയിൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ, സാമൂഹിക, തൊഴിൽ, സാംസ്കാരിക ഉന്നമനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിലെ നഗരങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് ആധാർ, ജനന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഇല്ല എന്ന കണ്ടെത്തലിന് പരിഹാരമായി ഉടൻ തന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു.
അതോടൊപ്പം തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസുകൾ നൽകുവാൻ ജില്ലാ സാക്ഷരതാ മിഷനെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചുമതലപ്പെടുത്തി. പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികൾ വകുപ്പുകൾ ആലോചിച്ച് നടപ്പാക്കുമെന്നും തീരുമാനമായി. ബോധവൽക്കരണ പരിപാടികളിൽ വിദ്യാലയങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും ഇതിനായി സർഗാത്മക പരിപാടികൾ പഞ്ചായത്തിൽ തയ്യാറാക്കുന്നതിനും ഒപ്പമുണ്ടാകുമെന്ന് സാമൂഹിക നീതി വകുപ്പ് ഉറപ്പു നൽകി. വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരുവാനുള്ള അസൗകര്യം പാലം പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ പരിഹരിക്കുവാൻ കഴിയുമെന്നും നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ടു പോകുന്നുവെന്നും കലക്ടർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ വാണിയമ്പുഴ MGLC പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ പ്രൈമറി വിദ്യാലയം ആരംഭിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ വകുപ്പ് തലത്തിൽ നടത്തുന്നതിന് തീരുമാനിച്ചു. സുജിത് ദാസ് IPS മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സമയത്തെ കള്ളക്കളികൾ മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കരുളായി ടൗണിൽ മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് CH ഇഖ്ബാൽ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹി TP സിദ്ദിഖ്, കരുളായി ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KT സൈദലവി, ഭാരവാഹികളായ TP അബ്ദുൽ കരീം, KP നസീർ, സൈദലവി കാലടി, റഷീദ് മാസ്റ്റർ, സൈദലവി തേക്കുംകുന്ന്, അബ്ദുറഹ്മാൻ NK, സലീം മുണ്ടോടൻ, ഷറഫുദ്ദീൻ കൊളങ്കര, സുന്ദരൻ കരുവാടൻ, KK ഖാലിദ്, EK അസൈനാർ, ഉമർ മൗലവി, ഇർഷാദ് കക്കോടൻ, അൻവർ PP, സമീർ PK, മുജി PP എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന് മാറ്റിവെച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് തുക സ്വരൂപിച്ച് നൽകിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ PTA സ്കൂളിൽ ആഘോഷ പരിപാടി ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് പിന്തുണയുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തുകയായിരുന്നു. സ്വരൂപിച്ച തുക വഴിക്കടവ് വില്ലേജ് ഓഫീസർ ജേക്കബ് KB ഏറ്റുവാങ്ങി. HM രാജേഷ് കുമാർ, റസിയ VP, പ്രീതി, VFA അലി, VA കൃഷ്ണലാൽ, മുസഫർ KP, സരിൻ പോൾ, വിനീത്, വിദ്യാർത്ഥി പ്രതിനിധികളായ അലൻ, അഫ്രീൻ, അമൽ ഷാൻ, നന്ദന, സ്നിഗ്ധ, അൽ യസർ, അദ്വൈത് എന്നിവർ സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. നേത്രപരിചരണം വിശ്വസ്തമായ കൈകളിൽ. ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ. നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 04931 221 501. ആതുര സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് പോളിക്ലിനിക്. ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി, ഫാർമസി, ECG പ്രൊസീജിയർ, നെബുലൈസേഷൻ, ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ. വെൽനസ് പോളിക്ലിനിക്, മെയിൻ റോഡ്, ചക്കാലക്കുത്ത് ജംഗ്ഷൻ, നിലമ്പൂർ. ഫോൺ 9495992276 9495222944. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും കല്ലേമ്പാടം വായനശാല കലാസമിതിയും സംയുക്തമായി മന്ത് പരിശോധനാ ക്യാമ്പ് കല്ലേമ്പാടം അംഗനവാടിയിൽ വെച്ച് സംഘടിപ്പിച്ചു.
നിലമ്പൂർ മുനിസിപ്പാലിറ്റി 31-ാം ഡിവിഷൻ കല്ലേമ്പാടത്ത് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഡിവിഷൻ കൌൺസിലർ വിഷ്ണു വാളക്കുളം ഉദ്ഘാടനം ചെയ്തു. വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഓഫീസർ രാഗിണി ക്യാമ്പിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. കല്ലേമ്പാടം വായനശാല സെക്രട്ടറി പ്രദീപ് സ്വാഗതവും ആശാവർക്കർ യശോദ നന്ദിയും പറഞ്ഞു. ഫീൽഡ് അസിസ്റ്റന്റ് രാഗിണി, ഫീൽഡ് വർക്കർമാരായ യേശുദാസൻ, ശങ്കരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സായം പ്രഭ പകൽവീട് ഓണാഘോഷം സമുചിതമായി ആചരിച്ചു. സായം പ്രഭ സെക്രട്ടറി PV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കളം തീർക്കൽ, ഓണപ്പാട്ട്, വിവിധ ഇനം മത്സരങ്ങൾ എന്നിവ നടത്തി. KC രാജു, മുരുകൻ, P ശിവശങ്കരൻ, രുക്മിണി, രാധാബായ്, പത്മിനി, മോഹൻദാസ്, P സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കയം ഫോറസ്റ്റിനുള്ളിൽ പാലത്തിനുള്ളിലൂടെ പുഴയിലേക്ക് വീണ 3 വയസ്സുകാരനെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ CPO സജി രാജിനെ നിലമ്പൂർ FC ബൈപ്പാസ് ക്ലബിന്റെ സ്നേഹാദരവ് കൈമാറി. ക്ലബ്ബ് സെക്രട്ടറി അലി, മെമ്പർമാരായ സലീം, അനസ്, ജംഷി എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.